കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ സുപ്രധാന ചടങ്ങുകളിലൊന്നായ ഇളനീർ വെപ്പ് അക്കര സന്നിധിയിൽ നടന്നു. വിവിധ മഠങ്ങളിൽ നിന്ന് ദീർഘദൂരം നടന്ന് സപ്തമി ദിവസം വ്രതശുദ്ധിയോടെ കൊട്ടിയൂരിലെത്തിയ ഭക്തന്മാർ ആയിരക്കണക്കിന് ഇളനീർ കാവുകളുമായി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ബാവേലി പുഴക്കരിയിൽ ഇളനീർ വെപ്പിനുള്ള മുഹൂർത്തം കാത്തിരുന്നു. വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്നും എരുവട്ടി തണ്ടയാൻ എണ്ണയും ഇളനീരുമായി വൈകുന്നേരത്തോടെ കൊട്ടിയൂരിലെത്തി. രാത്രിയിലെ പൂജയും ശ്രീഭൂതബലിയും കഴിഞ്ഞതോടെ കാര്യത്ത് കൈക്കോളൻ തിരുവഞ്ചേരിയിൽ കിഴക്കേ നടയിൽ തട്ടും പോളയും വിരിച്ചു. വാക്കന്റെ കുഴലൂത്തിന്റെയും മുന്നൂറ്റാന്റെ വാദ്യത്തിന്റെയും അകമ്പടിയോടെ വീരഭദ്ര വേഷത്തിൽ അഞ്ഞൂറ്റാൻ കിഴക്കേ നടയിലേക്ക് എഴുന്നള്ളി ഒറ്റക്കാലിൽ നിലയുറപ്പിച്ചു. കുടിപതി കാർണവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിച്ചതോടെ ഇളനീർ വെപ്പ് ആരംഭിച്ചു. വ്രതക്കാർ ബാവേലി പുഴയിൽ ഇളനീർ കാവുകളുമായി മുങ്ങി എഴുന്നേറ്റ് സന്നിധാനത്തേക്ക് ഓടിയെത്തി. 3 വലം വെച്ചതിന് ശേഷമാണ് ഇളനീർ കാവുകൾ പെരുമാൾക്ക് സമർപ്പിച്ചത്. തുടർന്ന് വീരഭദ്രനെ വണങ്ങി വണ്ണാരം പെഴുക്കി വ്രതക്കാർ മടങ്ങി. ഇളനീർ വെപ്പിനൊപ്പം എരുവട്ടി തണ്ടാൻ ഒരു കൂട്ടം എണ്ണയും സമർപ്പിച്ചു. ഏറ്റവും ഒടുവിലായി എണ്ണ സമർപ്പണം. കത്തി തണ്ടയന്മാർ ഇളനീർ ചെത്താനുള്ള കത്തികളും സമർപ്പിച്ചു. ബുധനാഴ്ച രാവിലെ മുതൽ കാര്യത്ത് കൈക്കോളനും സംഘവും ചേർന്ന് ഇളനീർ വ്രതക്കാർ സമർപ്പിച്ച ഇളനീരുകളുടെ കാവുകൾ നീക്കം ചെയ്ത് മുഖം ചെത്തിമിനുക്കി മണിത്തറയിൽ കൂട്ടി തുടങ്ങും. ഉച്ചക്ക് അഷ്ടമി ആരാധന പൂജ നടക്കും. ഉച്ച ശീവേലിക്ക് ശേഷം വണ്ണാരറയുടെ മുന്നിലാണ് അഷ്ടമി ആരാധന നടക്കുക. പന്തീരടി കാമ്പ്രം സ്ഥാനികനായിരിക്കും കാർമ്മികത്വം വഹിക്കുക. തെയ്യമ്പാടിയുടെ വീണാവാദത്തിനോടൊപ്പം നടത്തുന്ന പൂജയിൽ പ്രധാന സ്ഥാനികരും ഊരാളന്മാരും മാത്രമാണ് പങ്കെടുക്കുക. കാവു നീക്കിയ ഇളനീരുകൾ ബ്രാഹ്മണർ മണിത്തറയിലെ ശ്രീകോവിലിനുള്ളിൽ കൂട്ടിയിടും. തുടർന്ന് ദൈവം വരവെന്നറിയപ്പെടുന്ന കോട്ടേരിക്കാവിലെ മുത്തപ്പന്റെ എഴുന്നള്ളത്തിനായി കാത്തിരിക്കും. അതിവേഗത്തിൽ ഓടിയെത്തുന്ന ദൈവം സന്നിധാനത്തെത്തി അരിയും കളവും സ്വീകരിച്ച് മടങ്ങും. അനുമതി നൽകിയ ദൈവം മടങ്ങിയാൽ ഇളനീരാട്ടം ആരംഭിക്കും. ആദ്യം 3 ഇളനീരുകൾ, പിന്നീട് ഭക്തർ സമർപ്പിച്ച ഓരോ ഇളനീരും ഭഗവാന് സമർപ്പിക്കും. ജലം ശേഖരിച്ചതിന് ശേഷമുള്ള ഇളനീരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകും. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.